ഹലോ. അതെ, ഇന്ന് നമ്മളൊരു ചാലഞ്ചും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരാൾക്ക് ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതെന്താ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എല്ലാ പ്രാവശ്യം ജയിക്കാറുണ്ട്. അതെന്നറിയാം, ഈ ചക്കിടുമ്പോ മൊന കിട്ടുന്ന അവസ്ഥയാണ് ചിലവരുടെ. അഹങ്കാരണ്ടോന്നൊരു സംശയമുണ്ട്. നമുക്ക് ഇപ്രാവശ്യം നോക്കാം. ഇപ്രാവശ്യം നീ തിരിച്ചു പിടിക്കേ നോക്കാം. ആഗ്രഹം ഇല്ലാണ്ടല്ല, ട്രൈ ചെയ്യാം. അതെ, എനിക്കുണ്ടല്ലോ ഈ മത്സരങ്ങൾ വന്നാൽ ഒരു പ്രത്യേക ത്രില്ല. പക്ഷെ അതിനെ കണ്ടപ്പോ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങിയാലോ? അപ്പൊ തുടങ്ങാം. ഓക്കെ, ഗെയിമിനെ പറ്റി ഗെയിം എന്താ വെച്ചാല് സ്ലോ സ്പീഡ് 2 പേപ്പറിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാര് ഒരു 5-6 ഐറ്റംസ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കൊണ്ടുവരുന്നു. ആർക്കാണോ സ്ലോ കിട്ടുന്ന വെച്ചാൽ ആളെ സ്ലോയിൽ കഴിക്കണം. 20 സെക്കൻഡ് വെച്ചിട്ടുണ്ട്. 20 സെക്കൻഡ് വെച്ചിട്ടുണ്ട്. 30 ആണോ? 30 വെച്ചിട്ടുണ്ട്. സ്പീഡിലാണ് കിട്ടുന്ന വെച്ചാല് ആ 30 സെക്കൻഡിനുള്ളില് സ്പീഡിൽ കഴിക്കണം, മറ്റാള് സ്ലോയിൽ കഴിക്കണം. അങ്ങനെ എല്ലാ ഐറ്റംസും കഴിക്കണം. അതാണ് ഗെയിം. ഓക്കെ, റെഡി അല്ലേ? ഞാൻ റെഡിയാ. എന്താ മുഖത്തൊരു ക്ഷീണമൊന്നുമില്ല. ഞാൻ പഴയ പറഞ്ഞുതരാം എന്താ ക്ഷീണത്തിന്റെ കാര്യം. ഐറ്റംസുകൾ കണ്ടിട്ടാ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. സ്ലോ. എനിക്ക് സ്പീഡാണ് കിട്ടിയത്. സ്ലോ ആണ്. നമുക്ക് ന്യൂഡിൽസ് ആണ് വന്നിട്ടുള്ളത്. അത് സ്ലോയില് ഞാൻ കഴിക്കണം, സ്പീഡിൽ ഇവള് കഴിക്കണം. ഓക്കെ, 30 സെക്കൻഡ് ഉണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ. റെഡി? 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിയ നൂഡിൽസ് കഴിക്കാനേ നിനക്ക് സ്പീഡാണ്, എനിക്കാണ് സ്ലോ. സ്പീഡിൽ കഴിക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട, പിന്നെ അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സ്പീഡാണ് നിനക്ക്. പറ്റില്ല സ്പീഡിൽ. ഓക്കെ, അപ്പൊ ഇപ്രശ്നത്തെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്പീഡ് എന്നൊരു സ്പീഡ്, അത് പടപടയെന്ന് കഴിക്കണം. അല്ലാണ്ട് സ്ലോ എന്ന് പറയുമ്പോ ഞാൻ സ്ലോ കഴിക്കുന്നുണ്ട്, നീ സ്പീഡ് കഴിക്കണം. അതൊരു മനുഷ്യന്റെ ശരീരം കൊണ്ടാണോ നീ പറയണേ? ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ടൈം കയറാൻ പോകട്ടെ. കേറി നമുക്ക് ഞാൻ നോക്കട്ടെ ഏതാ നോക്കാം. ഓ, എനിക്ക് സ്ലോ ആണ് കിട്ടിയേക്കണം. എനിക്ക് സ്പീഡാണ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് എഗ്ഗാണ് കഴിക്കാനുള്ളത്. തൊട്ട് സ്ലോ ആണോ? അപ്പൊ എനിക്ക് സ്പീഡ് അവർക്ക് സ്ലോ ആണ് കേട്ടോ. നമുക്ക് എഗ്ഗാണ്. അപ്പൊ ഞാൻ സ്പീഡല്ലേ? റെഡി? 1 2 3. അയ്യോ, സ്ലോ എന്ന് പറയുമ്പോ സ്ലോയില് തിന്നണ്ടേ? നിനക്ക് മുട്ട ഇഷ്ടമാന്ന് വെച്ചിട്ട് അതെ, ഈ മത്സരത്തിന്റെ അവസാനത്തോടുകൂടി ഇവിടെ ഈ 3 മുട്ടയും തിന്നുന്നാ തോന്നണേ. ഭാഗ്യം മോളിട്ടിയ നീ 4 മുട്ട പുഴുങ്ങി വെച്ചത്. അല്ലെങ്കിൽ അവളിക്കണ്ട മുട്ട. അപ്പൊ ഇതില് ഞാനാ വിചാരിച്ചേക്കണം. നോക്കിയാ, ഞാൻ ഈ മുട്ട ഇത്രയും സ്ലോയിലിന് ഒരാൾക്ക് കഴിക്കാൻ പറ്റും. ഇതിനേക്കാളും സ്ലോയിലിന് ഒരാൾ കഴിക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടാ. അപ്പൊ ശരി, നമുക്ക് ഇനി അടുത്തത് നോക്കിയാലോ? ചങ്കുന്ന കേട്ടോ. ആദ്യം മുട്ട ഇങ്ങനെ കിട്ടാ തിന്നണ്ട. നാളെ പുഴുങ്ങി നോക്കി മത്സരം വെക്കാം. ശരി, അല്ല ഇതിന്റെ ഇത് നീ തിന്നുവോ? നീ ഇതും തിന്നുവോ? കാടവിടെ കാട് പോണ്ടെന്നായിരുന്നു. ഒരു മുട്ടേരെ ഒരു കാര്യേ. ഞാൻ വിചാരിച്ചു മുട്ടേരൊപ്പം കടലാസും തിന്നു. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാനൊരു ഗെയിം സ്പിരിറ്റ്. എന്നാലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നീ സ്ലോ ആയി പോയി. അത് ഭയങ്കര സ്ലോ ആയി പോയി. അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി പറ്റില്ല. എത്ര സ്ലോ? അടുത്തത് നോക്കാം. റെഡി? നെക്സ്റ്റ് വരാൻ പോവാണ് നമുക്ക്. ഇപ്പൊക്കത് കിട്ടിയ സ്പീഡാണ് കിട്ടിയത്. ഓക്കെ, അടുത്തതും എനിക്ക് കിട്ടിയത് വീണ്ടും സ്ലോ ആണ് കേട്ടോ. എനിക്ക് സ്പീഡാണ്. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനുള്ളതുണ്ടല്ലോ. നല്ല ആന്ധ്രാപ്രദേശ് അച്ചാറാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് അച്ചാറാണ്. അറിയില്ല, നോക്കാം നമുക്ക്. ഇങ്ങോട്ട് വരുക. ഇതൊക്കെ എന്ത് മത്സരം. എനിക്ക് സ്ലോ കിട്ടിയേ ശരിയില്ല കേട്ടോ. അയ്യോ, ഞാനിപ്പോ ഈ മാങ്ങ, ഇങ്ങനെയുള്ളൊരു മാങ്ങയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എനിക്ക് പിന്നെ സ്ലോ ആയ കാരണം
നീ തുടങ്ങിയോ? തുടങ്ങി. ഇത് എടുക്കാൻ കിട്ടിയിട്ടില്ല എനിക്ക്. ആവും. അപ്പൊ റെഡി? പുളിയില്ല അല്ലേ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവളുടെ അച്ചാറത്തിനൊക്കെ. പുളിയാണോ അച്ചാറ്? പുളിയില്ല. എന്തെങ്ങനെയാണോ സ്പീഡില് കഴിക്കുന്നത് അപ്പൊ നീ തിന്നണം. ഭാഗ്യം കുറച്ചു ടൈമിനെ അവളെ ഫുൾ അച്ചാറ് തിന്നായിരുന്നു കേട്ടാ. ഞാൻ രക്ഷപ്പെട്ടു. അയ്യോ വലിയ രസമല്ലേ? ഇനി അടുത്ത് നമുക്ക് പുളിച്ച് പണ്ടാറടങ്ങിന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിലും ഇരിക്കണം. എനിക്ക് അത്ര പുളിപ്പ് തോന്നുന്നില്ല. ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്. അച്ചാർ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ആരുണ്ടാക്കിയത്? നീലുണ്ടാക്കിയതുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നേരെ തിരിച്ചാൽ ഞാൻ എനിക്കാണുള്ള ഫുഡ് ഉണ്ടാക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. എന്നിട്ടുണ്ടല്ലോ ഇവിടെ ഒരു ദിവസം വിളിച്ചിട്ട് പറയണേ ലിന്റെ ഒരു 4 ആൾക്കുള്ള കറി ഒന്ന് പാർസലായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നമുക്കിപ്പോ അതിലൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇവൾക്കാണെങ്കിൽ കൂട്ടാനും കറി ഉണ്ടാക്കാൻ വിത്ത് സെക്കൻഡോ എന്താ പറയാറ്. ഞാനാണെങ്കിൽ 1 മണിക്കൂർ എന്താ പോലും ഒന്നും ആവില്ല. അതുകൊണ്ടാ. അപ്പൊ ശരി, നമുക്ക് അടുത്തെടുക്കാം. ഈ ഗെയിമോട് കൂടി വളരെ ഞാൻ സ്പീഡാക്കും. ഓക്കെ ശരി, നമുക്ക് അടുത്തെടുക്കാട്ടാ. കഴിഞ്ഞിട്ടില്ലൂ. അതവിടെ പോയി തുപ്പിട്ട് പോവാ. മത്സരം കഴിഞ്ഞു. ഇവിടെ മാങ്ങ പിടിച്ചിട്ട് നിൽക്കാ. മത്സരം കഴിഞ്ഞാൽ ഇത് തീരേണ്ടത്. ശരി അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. അയ്യോ ഇനി വല്ല സ്ലോ കിട്ടണേ എനിക്ക്. അയ്യോ സ്ലോ കിട്ടണേ. കിട്ടിയിരിക്കുന്നത് വീണ്ടും സ്ലോ ആണ്. അയ്യോ എനിക്ക് സ്പീഡ്. ഇതെന്തത്? നീ ഇന്ന് തിന്നൊരു പരിഭവം. ഇനി നീ ജീവിതത്തില് വെക്കാൻ സമ്മതിക്കരുത്. ഈ ഗെയിം വെക്കില്ല. അപ്പൊ എനിക്ക് സ്ലോ ആണ് കേട്ടോ. നമുക്ക് കഴിക്കാനുള്ളത് ക്യാരറ്റ് ആണ്. അല്ല എനിക്കിപ്പോ വലിയ ക്യാരറ്റ് എടുത്താലും കുഞ്ഞ ക്യാരറ്റ് എടുത്താലും ഞാൻ ചെറുതിനടുത്ത് അല്ല വലുതാണോ ഭംഗി കൂടി സൗന്ദര്യം കൂടുന്ന പറയാ. സൗന്ദര്യം കൂടിയിട്ട് പ്രശ്നമായിട്ട് ഇരിക്കുന്നത് ഫാൻസ് കൊണ്ട് ഭയങ്കര ശല്യം. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ തിന്നടി. സ്ലോ അല്ലേ? തിന്നണം. പല്ലിങ്ങനെ കടിച്ചിറക്കണ്ട്, സമയം എടുക്കും. കടിക്കങ്ങട് പറ്റില്ലാട്ടോ ഫിജി, പറ്റില്ലാട്ടോ. എങ്ങനെ പറ്റില്ലാട്ടോ ഫൗള് കാണിക്കരുത്. ഇന്നെന്ത് സൂത്രടി. സ്ലോവില് എങ്ങനെ പരമാവധി കഴിക്കാന്നാണ് ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നത്. അല്ല നീ തീരെ തിന്നണില്ല. നിനക്ക് ഫാസ്റ്റ് ആയിട്ട് നീ ഒരു ക്യാരറ്റ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഇതില് ഞാൻ ഉണ്ടായിട്ട് വിജയിച്ചേക്കണത് കണ്ട. ഞാന് പറഞ്ഞ ഇത് ഫൗളാണ്. നിങ്ങൾ പറയണം ഇത് ഫൗളാണോ ഫൗളല്ലെന്ന് ഫിജി. സ്ലോയില് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കാൾ സ്ലോയില് ആൾക്ക് കഴിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ഗെയിം ആത്മാർത്ഥമായിട്ട് കളിക്കില്ല. ഇതിപ്പോ കമന്റ് ചെയ്യണം കേട്ടാ. നിങ്ങൾ കാണുന്നവര് കമന്റ് ചെയ്യണം ഇവർ ചെയ്ത് ഫൗളാണോന്ന്. നീ ചെയ്ത് ഫൗളാണിത്. നീ മതി കയറ്റി നിന്നത്. സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞോട്ടെ. ഇനി അടുത്തത് എനിക്ക് ദേഷ്യം വരണ്ട വിജി. നീ കാണിച്ചത് മുഴുവൻ ഫൗളാ. മെല്ലെ കഴിക്കാൻ പറയുമ്പോ മെല്ലെ കിട്ടും ചെയ്യും. എന്നിട്ട് നീ ഇങ്ങനെ തൊട്ട് മാത്രം ചെയ്യാം. എന്താ ശരിയാവില്ല. നീ എന്താ അവസ്ഥ? അപ്പൊ ശരി നമുക്ക് നോക്കാം. ദൈവമേ കണ്ണടച്ചിട്ട് ഇട്ടാ മതി. കണ്ണടച്ചിട്ട് എടുത്താ മതി കേട്ടാ. നീ എടുക്ക്. അല്ലെങ്കിലും ദുരന്തങ്ങളൊക്കെ എനിക്കുള്ള ആദ്യം കിട്ടാറ്. ഓ താങ്ക് ഗോഡ് എനിക്ക് സ്ലോ. ഇതിന് ഞാൻ നിനക്ക് എടുത്തരാട്ടാ. സ്പീഡിൽ തിന്നേണ്ടത് ഏതാന്ന് നീ നോക്കണ്ട. ഇനി നിനക്ക് സ്പീഡില്ല. എനിക്ക് സ്പീഡ്. ഞാൻ ഇവൾക്ക് ഇതാണ് ഇവള് സ്പീഡില് തിന്നേണ്ടത്. കഴിക്ക്. പള്ളി പോയി പറഞ്ഞാൽ മതി. അത് പള്ളിയിലേക്ക് ഞാൻ പോകണ്ടത്. ഇല്ല ഇല്ല ഞാൻ എടുത്തോട്ടെ. നിനക്കുള്ളത് നീ എടുത്താൽ മതി. എനിക്കുള്ളത് ഞാൻ എടുത്തോളാം. ഇതിൽ ഏറ്റവും ചെറുത് ഇങ്ങനെയാണ് കേട്ടോ. നീ കഴിക്കണം സ്പീഡില്. ഞാൻ എനിക്കത് മതിട്ടാ. റെഡി? എന്തത് പിന്നെ ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ സ്ലോ? അപ്പൊ നമുക്ക് എടുക്കാം. ആ ശരി. റെഡി 1 2 3 ഫൗൾ ചെയ്യാൻ പറ്റില്ല. മൊത്തം കഴിക്കേണ്ടി വരും. ഇത് സ്ലോയിലാണ് കഴിക്കുന്നത്. അങ്ങനെ പറ്റില്ല. പോകാൻ പാടുള്ളൂ. ജന്മത്തെ ചെയ്തിട്ടില്ല. അയ്യോ നിങ്ങളിത് കാണുന്നുണ്ടോ? അവളെന്നോട് കൊലച്ചത് ചെയ്യുന്നു ഗൈസ്.
കഴിക്ക് ഇത് അവസാനിപ്പിച്ച നിമ്മളത് തിന്നു മൊത്തം. ആ അപ്പൊ ഇതില് നമുക്ക് ലക്കാണ് കേട്ടാ, ലക്കാണ് നമ്മളിതില് എന്താ വിന്നറിനെ തീരുമാനിക്കണത് കേട്ടാ. ഇതില് ഞാൻ കൊണ്ടുപോയി മോളെ ഈ ഗെയിം ഞാൻ കൊണ്ടുപോയി ഉറപ്പാ. ഇനി ഇനി നമുക്ക് നോക്കാം. അടുത്ത് എടുക്കണ്ടേ? അല്ല എടുക്കുക. അല്ല എനിക്കെന്തോ ബോധം പോയി പോലെ. അത് പിന്നെ ഇല്ലല്ലോ. റെഡി? വേഗം എടുക്കണില്ല. അത് വേഗം എടുക്ക. അയ്യോ നീ കേട്ടേ കൊലച്ചിരി ഇത് കേട്ടിട്ടാ. അത് ഏകദേശം ചെയ്ത പോലെ ഞാൻ അവളോട് മര്യാദക്ക് പറഞ്ഞത് ഇത്രയും വലിയ മുളക് വെക്കണ്ട കഴിച്ചു. അടുത്ത് എടുക്കട്ടെ? ഗെയിം കളിക്കണ്ടത് നിനക്ക്? വിഷമിച്ചിരിക്കുമ്പോഴാണ് നിന്റെ ഗെയിം. അല്ല കുറച്ച് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്തൊക്കെയോ വീരവാദങ്ങൾ പറഞ്ഞു തരുന്നേ. അതെന്ത് മതി ഞാൻ എടുത്തു. ദേവി ഇവൾക്ക് അടുത്തത് സ്പീഡ് കിട്ടണേ. ഞാൻ എടുത്ത് സ്പീഡ് കിട്ടണം. അല്ല അവൾക്ക് ഏറ്റവും സ്ലോ കിട്ടിയാൽ മതി അടുത്തതില്. റെഡി? ഈ തമ്പഴ ഉണ്ടെന്നുള്ള തെളിവാണിത്. ഇത് എനിക്ക് കിട്ടിയത് നമ്മുടെ 50-50 ബിസ്ക്കറ്റ് സ്ലോയില്. ഞാൻ എങ്ങനെയാണോ സ്ലോയില് കഴിച്ചേ അതേപോലെ ഞാനൊരു പ്രതീക്ഷ മുളക് കഴിച്ചിട്ട് ഈ ഇതും കൂടി കഴിച്ചാൽ ഞാൻ വായ സെറ്റ് ആവുന്നായിരുന്നു. പക്ഷെ രക്ഷയില്ല. ഞാൻ നിന്റെ പോലെ പിഷ്കത്തരം കാണിക്കില്ല. ഞാൻ എടി ഇവിടെ ചെയ്തത് മുഴുവനും പാവളല്ലേ. എന്നിട്ട് ഇവിടെ കാണിച്ചത് വർത്താനം പറയണ്ട. ഈ ബിസ്ക്കറ്റിന്റെ എന്റെ മുഖത്തൊക്കെ ഇല്ലേ? അതെ ഈ ബിസ്ക്കറ്റ് ഞാൻ തിന്നാൻ പറഞ്ഞേ. ഞാൻ നോക്കി മറന്നു നോക്കിയ ബിസ്ക്കറ്റ് തിന്നാൻ പാടോ? നീ എന്തുട്ടി കാണിക്കണേ? ഞാനാണ് അങ്ങനെ കയറ്റത്തിന് മൊയലല്ല. ഞാൻ മൂന്നാമത്തെ ബിസ്ക്കറ്റ് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ തന്നെ പറ ഇതില് വിജയി ആരാന്ന്? ഏറ്റവും ഭാഗ്യമുള്ള ആളിനാണ് നിങ്ങൾ വിജയമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് കേട്ടാ. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടില്, എന്റെ അല്ല നമ്മളെല്ലാരും കാഴ്ചപ്പാടില് ഞാൻ തന്നെയാണ് ഫസ്റ്റ് വിജയി. പക്ഷെ ഞാനാണ് സ്പീഡിലല്ലാതെ തിന്നത്. അത് നിന്റെ സ്വഭാവം. കുഴപ്പമില്ല. അതങ്ങനെയാ അവള് എന്തൊരു ഭയങ്കര സ്പീഡാവും അല്ലേ? അപ്പൊ ശരി. അപ്പൊ ഇന്നത്തെ വിജയി വിജയി. പക്ഷെ അവള് ഫൗള് ചെയ്തു. നിങ്ങൾ കമന്റ് ചെയ്യണം. അവള് ഫൗളാണ് എല്ലാം ചെയ്തത് എന്ന് ഞാൻ പറയുന്നു, പ്രഖ്യാപിക്കുന്നു. ഈ തോറ്റോരുടെ അസൂയാണ് ഇതിൽ പെടും. അല്ല അപ്പൊ ഇതുപോലത്തെ ചാലഞ്ച് ഒക്കെ നിങ്ങൾ വീട്ടില് ചെയ്യണം. തോറ്റോരുടെ മനോരോധനാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ. മുളക് നല്ല എരിവുണ്ടായിരുന്നു. അതിന് ഞാനിപ്പോ ഇത് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ഇതുപോലത്തെ ശത്രുക്കളെ നമ്മള് എതിർത്ത് തോൽപ്പിക്കണം. സ്പീഡ് മനസ്സിലായിട്ട് വേറെ തോറ്റെന്നുള്ളത്. അപ്പൊ ഓക്കെ ബൈ. നിലവിളി ശബ്ദം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മസ്റ്റ്. സബ്സ്ക്രൈബ് കുറെ പേര് വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പറയൂ വിജി. അല്ല എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. അപ്പൊ ശരി ഓക്കെ ബൈ. പുതിയ വീഡിയോ ബൈ.